സർക്കാരിന് വീണ്ടും തലവേദനയായി ജീവനക്കാരുടെ മെഡിസെപ്പ് പദ്ധതി. ഇൻഷുറൻസ് കമ്പനിയുടെയും ജീവനക്കാരുടെയും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പദ്ധതി തുടരണമോ ഒഴിവാക്കണമോ എന്ന വിഷമസന്ധിയിലാണ് ധനവകുപ്പ്. പ്രീമിയം തുക വർദ്ധിപ്പിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും ജീവനക്കാർ അതിന് എതിരാണ്. കൊട്ടിഘോഷിച്ച് സർക്കാർ കൊണ്ടുവന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് ഗ്ലാമർ പോരെന്ന ആരോപണം തുടക്കം മുതലുണ്ട്. നിലവിൽ രോഗശയ്യയിലാണ് സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ്. പദ്ധതി കൊണ്ടൊരു ഗുണവുമില്ലെന്ന് ജീവനക്കാർ. പ്രീമിയം തുക പോരെന്ന പരിഭവത്തിൽ ഇൻഷുറൻസ് കമ്പനി. പരാതികൾ തുടർക്കഥയായതോടെ പദ്ധതിയുടെ രണ്ടാം ഘട്ട ടെൻഡർ നടപടികളിലേക്ക് ഇതുവരെയും സർക്കാർ കടന്നിട്ടില്ല. പ്രീമിയം തുക വർദ്ധിപ്പിച്ച വ്യവസ്ഥകളും നിരക്കുകളും പരിഷ്കരിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ആലോചന. ഇപ്പോൾ തന്നെ അതൃപ്തരായ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും പക്ഷേ പ്രീമിയം തുക വർദ്ധിപ്പിക്കുന്നതിനോട് യോജിക്കുന്നില്ല. പ്രീമിയം എമൗണ്ട് കൂട്ടിയതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. സർക്കാർ അത് കൂട്ടുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നുമില്ല. കാരണം സർക്കാരിൻ്റെ വിഹിതം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമേ ജീവനക്കാരുടെ മുന്നിലുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഓപ്ഷനിലാക്കുക. ജീവനക്കാരന് താല്പര്യമുണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ ചേരുക എന്നുള്ളൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ ഇതിനെ ഇന്നത്തെ രീതിയിൽ മെഡിസെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവീസ് സംഘടനകളോ ജീവനക്കാരോ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ചികിത്സയ്ക്ക് ചിലവാകുന്ന പണം മുഴുവൻ ഇൻഷുറൻസ് കമ്പനി ആശുപത്രികൾക്ക് നൽകാൻ തയ്യാറാകാത്തതും ഓരോ ചികിത്സയ്ക്കും ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് കുറവായതും ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സംഘടനകളുമായി കൂടിയാലോചിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം. എതിർപ്പുയർന്നാൽ മെഡിസെപ്പ് നിർത്തലാക്കി പഴയ റീഇംബേഴ്സ്മെന്റ് പദ്ധതിയിലേക്ക് മടങ്ങുന്നത് സർക്കാർ പരിഗണിച്ചേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.